എന്തിനാണ് ഈ പാവപ്പെട്ട ജീവികളെ നോവിക്കുന്നത്? അവരുടെ ജീവൻ എന്തിനാണ് അപഹരിക്കുന്നത്? അവ പാവങ്ങളല്ലേ എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ആർക്കെങ്കിലും ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഉത്തരം കാണേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടുകളിലൊക്കെ നമ്മളെല്ലാവരും പെരുന്നാൾ നിസ്കരിക്കുകയും ഉളഹിയത്ത് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഉളഹിയത്തിന്റെ കാര്യത്തിൽ ചിലരെങ്കിലും ചിന്തിച്ചു കാണാം, എന്തിനാണ് ഈ പാവപ്പെട്ട ജീവികളെ നോവിക്കുന്നത്? അവരുടെ ജീവൻ എന്തിനാണ് അപഹരിക്കുന്നത്? അവ പാവങ്ങളല്ലേ എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ആർക്കെങ്കിലും ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഉത്തരം കാണേണ്ടതുണ്ട്. പരിശോധിക്കാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. ഒരു ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ മിൽക്കിലുള്ള അധികാരത്തിലുള്ള ഒരു വസ്തുവിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് അവിടെ ശരി എന്ന രീതിയിൽ നാം ഇവിടെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. കുല്ലുമാ സിവൽ ബാരി, ഇതാണ് ആലം, ഇതാണ് പ്രപഞ്ചം. എല്ലാം അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളുടെ കാര്യത്തിൽ ആ സൃഷ്ടിച്ചവൻ എന്താണോ നിയമമാക്കുന്നത് അതാണ് അവിടെ നിയമം. അവിടെ പിന്നെ യുക്തിക്ക് അവിടെ പ്രാധാന്യമില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഈ ജീവികളെ സൃഷ്ടിച്ച അള്ളാഹു പറയുന്നു, നിങ്ങൾ അവയെ എന്റെ മാർഗത്തിൽ നിങ്ങൾ ബലി നൽകുക, നിങ്ങൾ ബലികർമ്മം നിർവഹിക്കുക എന്ന്. അതിന്റെ ഉടമയാണ് പറയുന്നത്, ഞാൻ സൃഷ്ടിച്ച ഈ ജീവികളെ എനിക്ക് വേണ്ടി, എന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ അതിനെ ബലി അറുക്കുക എന്ന്. ഇവിടെ എന്താണ് പ്രയാസമുള്ളത്? ആ ജീവികൾ അള്ളാഹുവോട് അപേക്ഷിച്ചത് കൊണ്ടല്ല ഞങ്ങളെ ജീവികളായിട്ട് മാടുകളായി, ആടുകളായി, ഒട്ടകങ്ങളായി ഇവിടെ സൃഷ്ടിക്കണമെന്ന് അള്ളാഹുവോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹു സൃഷ്ടിച്ച ജീവികളാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ജീവികളിൽ എന്താണ് അവരുടെ സൃഷ്ടാവ് കൽപ്പിക്കുന്നത് അത് ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതിൽ ഒരു യുക്തിയുടെയും ആവശ്യമില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ജീവികളെ അറുക്കുക എന്നുള്ളത്, എന്തിനു നോവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമല്ല എന്ന് നാം മനസ്സിലാക്കുക. മഹാനായ ഒരു പരിശുദ്ധാത്മാവിന്റെ ജീവിതകാലത്തുണ്ടായ ഒരു സംഭവം ഈ സമയത്ത് നിങ്ങളുമായി കൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ്. മഹാനവറുകൾ താമസിക്കുന്ന വീടിന് അദ്ദേഹം തീ കൊടുത്തു. തന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകി, എന്റെ വീട് എന്റെ ഭർത്താവ് കത്തിച്ചു, അഗ്നിക്കിരയാക്കി, നിങ്ങൾ അതിന് തീരുമാനമെടുക്കണം. പോലീസുകാർ വന്ന് അന്വേഷിച്ചു, ഇയാളെ പിടികൂടി. ഈ മഹാനവറുകളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വീട് നിങ്ങൾ അഗ്നിക്കിരയാക്കിയത്? നിങ്ങളുടെ ഭാര്യ താമസിക്കുന്ന വീടല്ലേ? നിങ്ങളുടെ ഭാര്യ താമസിക്കുന്ന നിങ്ങളുടെ വീട് നിങ്ങൾ എന്തിനാണ് അഗ്നിക്കിരയാക്കിയത്? അദ്ദേഹം പോലീസുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയല്ല, എന്തിനാണ് ഞാൻ വീടുണ്ടാക്കിയത് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വീടുണ്ടാക്കിയത്? മഹാനവറുകൾ മറുപടി പറയുന്നു, ഞാൻ വീടുണ്ടാക്കിയത് അഗ്നിക്കിരയാക്കാനാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോലീസുകാർ ആ അന്വേഷണത്തിൽ നിന്ന് എന്താണ് ഈ ഇദ്ദേഹത്തോട് പറയേണ്ടത് എന്ന രീതിയിൽ ആ ഒരു അന്വേഷണത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഉടമ എന്തൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ കറക്റ്റ്, അതാണ് അതിന്റെ യുക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെറ്റും നമുക്ക് അന്വേഷണത്തിൽ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ സംഹിതകളിൽ നാം ഓരോന്നിനും യുക്തി അന്വേഷിച്ച് പോവുക എന്നുള്ളത് അത് പിശാചിന്റെ ഇടപെടലിലൂടെയാണ് കൂടുതലും അങ്ങനെ കാണപ്പെടാറ് എന്നുള്ളത് നാം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നാം മടങ്ങുക, അള്ളാഹുവിന്റെ തീരുമാനത്തിന് നാം വഴിപ്പെടുക. അതാണ് അബ്ദ് എന്നതിന്റെ നിർവചനം. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. ഉടമയുടെ ആജ്ഞക്കനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. ബലികർമ്മം നിർവഹിക്കുന്ന ജീവികളോട് നാം കാണിക്കുന്ന ഒരു അക്രമമല്ല എന്ന് നാം ഇവിടെ മനസ്സിലാക്കുക. എങ്ങനെയാണെങ്കിലും ആ ജീവികൾക്ക് ഒരു അന്ത്യമുണ്ടാവും. എന്നാൽ ഈ ജീവികൾ ആ ജീവിയുടെ സൃഷ്ടാവിന്റെ ആജ്ഞക്കനുസരിച്ചുകൊണ്ട് അവരുടെ അന്ത്യം ആവുക എന്നുള്ളത് അവരുടെ ഒരു ഭാഗ്യമായിട്ട് നാം മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ അതിന്റെ ഉത്സാരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് അവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.